വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ് ഫ്ലേവേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മട്ടൻ കുറുമയാണ്. ഇത് ഗീ റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ് കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. പിന്നെ മറക്കാതെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനൊരു 1/2 kg മട്ടനിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒരു 3 to 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഹോൾ സ്പൈസസ് ഇടാൻ പോവുകയാണ്. ഒരു പട്ട, ഒരു ഏലക്ക, 2 ഗ്രാമ്പു, ഇത്രയും മാത്രം സ്പൈസസ് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവോള ഒന്ന് വഴറ്റി കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആയി കിട്ടിയാൽ മതി. ആ കളർ ചേഞ്ച് ആയ ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 10 ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. ഒരുപാട് പേസ്റ്റ് ആക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇതും ചതച്ചതാണ്, പേസ്റ്റ് എടുക്കണ്ട, ചതച്ചതാണ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു 6 to 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചതച്ചതും ഇട്ട് കൊടുക്കണം. എരിവ് നിങ്ങളുടെ ആവശ്യാനുസൃതം മാറ്റണം കേട്ടോ. പച്ചമുളകിൻ്റെ എരിവും കൂടി കണക്കാക്കണം. ഇത് അത്യാവശ്യം നോർമൽ എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 6 to 7 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഇടേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടണ്ട, വെറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി എപ്പോഴും നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ, അല്ലെങ്കിൽ ആ മഞ്ഞൾപ്പൊടിയുടെ സ്മെല്ല് നമുക്ക് കറിക്ക് വരും. അതുകൊണ്ട് നന്നായി വഴറ്റിയ ശേഷം മാത്രം വേറെ മസാലാസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. ബിക്കോസ് നമ്മൾ ഓൾറെഡി പച്ചമുളക് ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവും ഇതിൻ്റെ എരിവും കൂടി കണക്കാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ബിക്കോസ് നമ്മൾ കുറച്ച് ഹോൾ സ്പൈസസ് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. ഫുൾ ടീസ്പൂൺ ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. 1/2 തക്കാളി ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇതിലേക്ക് ഇനി തൈരും ലെമൺ ജ്യൂസും കൂടി ഒഴിക്കും, അതുകൊണ്ട് ഒരുപാട് പുളിയാവണ്ട. അതുകൊണ്ട് 1/2 തക്കാളി ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. തക്കാളി ഒന്നും ഒരുപാട് വെന്തോടേണ്ട ആവശ്യമില്ല, ബിക്കോസ് മട്ടൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തോളും. അപ്പോൾ ഞാനിതൊന്ന് പ്രഷർ കുക്കറിലേക്ക് മാറ്റുകയാണ്. ബിക്കോസ് മട്ടൻ വെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് പ്രഷർ കുക്കർ വേണം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു വൈഡർ പോട്ടിൽ കാണിച്ചതാണ്. ആ മസാലാസ് ഇട്ട ശേഷം ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരു 1/2 kg മട്ടനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇന്ത്യൻ മട്ടനാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ മട്ടൻ അല്ലാതെ വേറെ മട്ടൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം മട്ടൻ തന്നെ വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ച ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മണമായിരിക്കും. ഇനി മട്ടനിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഒരു പിടി കൂടി മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ആദ്യം സോട്ട് ചെയ്ത പാൻ ഉണ്ടല്ലോ, അതിൽ കുറച്ചൊക്കെ ഉണ്ടാവില്ലേ, ആ പാനിൽ വെള്ളം ഒഴിച്ച് ആ പാനിലത്തെ എല്ലാം കൂടി ചേർത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 240 ml വരും. നിങ്ങൾക്ക് കറി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ മട്ടൻ വേവാൻ ഒരുപാട് സമയം എടുക്കുന്ന മട്ടനാണെങ്കിൽ കുറച്ചുകൂടി അധികം വെള്ളം ഒഴിക്കണം. ഓക്കെ, ഒരു മിനിമം 4 to 5 വിസിൽസ് എങ്കിലും വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ മട്ടൻ്റെ വേവ് അനുസരിച്ച് ഇത് വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മട്ടൻ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്തിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് 2 വിസിലും കൂടി ഇടാം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മട്ടനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. തേങ്ങ അരച്ചത് മുഴുവനായിട്ടാണ് ചേർക്കുക, പാലല്ല. അപ്പോൾ ഞാനൊരു 100 ml കപ്പിൻ്റെ അളവിലുള്ള തേങ്ങയാണ് എടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങ അരച്ചത് ഒഴിച്ച ശേഷം ഒന്ന് തിളയ്ക്കണം, എന്നാൽ മാത്രമേ ആ പച്ചമണം പോവുള്ളൂ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും, ബിക്കോസ് നമ്മൾ പുതിനയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ലൊരു മണമായിരിക്കും ഇതിന്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.